ഹലോ മക്കളെ, പ്ലസ് 1 മാത്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ലിമിറ്റ്സ് ആൻഡ് റേഡിയസ്. ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ കാണുന്ന ചാപ്റ്റർ ഭയങ്കര ഡിഫിക്കൽട്ട് പറയാം. പക്ഷെ നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് ഈ കാണുന്ന ചാപ്റ്റേഴ്സ് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് കൃത്യമായിട്ട് ഈ കാണുന്ന ചാപ്റ്ററിനെ സ്പ്ലിറ്റപ്പ് ആക്കി മാറ്റുന്നു. അതായത് ഓരോ കോൺസെപ്റ്റിനും ഓരോ വീഡിയോ. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ഈ കാണുന്ന എല്ലാ കോൺസെപ്റ്റിനെയും എല്ലാ വീഡിയോയും നിങ്ങൾക്ക് എത്തിക്കും. ഈ കാണുന്ന മൊത്തം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലിമിറ്റ്സിലെ എല്ലാ ഭാഗവും വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന റിസൾട്ട് ഈ കാണുന്ന റിസൾട്ട് പിടിച്ചോളൂ. റിസൾട്ട് 1 എന്താ? x raised to n minus a raised to n divided by x minus a, it is same as n a raised to n minus 1. എല്ലാവരും ഓർക്കണം, ഈ കാണുന്ന പ്രോപ്പർട്ടി, ഈ കാണുന്ന ഫോർമുല നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ പവർ ഉള്ളപ്പോൾ നമ്മൾക്ക് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ, നിങ്ങൾക്ക് എക്സിന്റെ പവർ ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ നേരം എപ്പോഴും ഓർക്കണം ഈ കാണുന്ന ഫോർമുല x raised to n minus a raised to n divided by x minus a, it is same as n a raised to n minus 1. ഇവിടെ എന്താണ് n എന്ന് പറയുന്നത്? എൻ്റെ എക്സിൻ്റെയോ അല്ലെങ്കിൽ എന്റെ പവർ. ഈ പറയുന്ന എക്സിൻ്റെയും എൻ്റെയും പവർ നമ്മൾ വിളിക്കുന്ന പേരാണ് n എന്ന് പറയുന്നത്. ആൻഡ് എന്താണ് എ എന്ന് പറയുന്നത്? എല്ലാവരും നോക്കണ്ടേ, ഇവിടെയുള്ളവനാണ് എ. കണ്ടോ, a raised to n a. അതല്ലെങ്കിൽ താഴെ എന്താണ്, താഴെ നമ്പർ ഉണ്ടല്ലോ, അതാണ് എ. അതുമല്ലെങ്കിൽ നോക്കിയത് ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ കണ്ടില്ലേ, ഇവനാണ് എ. ലിമിറ്റ് എങ്ങോട്ടാണോ പോകുന്നത് അവനെ നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും? എ എന്ന് പറഞ്ഞ് വിളിക്കാം. സോ ഇതാണ് മക്കളെ ഈ കാണുന്ന ഫോർമുല. ഈ കാണുന്ന ഫോർമുല എന്നും എയും മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതാ പിടിച്ചോളൂ മക്കളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, x raised to 4 minus 16 divided by x minus 2. എങ്ങനെയാണ് ഈ കാണുന്ന 16 നമ്മൾ മാറ്റണം? ഏതിൻ്റെ ടേംസിലേക്ക് മാറ്റണം? അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് എന്തുണ്ട്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 ഉണ്ട്. 2 അപ്പോൾ തന്നെ എല്ലാവരും മനസ്സിലാക്കണം, ഈ കാണുന്ന 16 നമ്മൾ എന്താണ് 2ന്റെ പവേഴ്സ് ആക്കി മാറ്റണം, 2ന്റെ ടേംസ് ആക്കി മാറ്റണം. നമുക്ക് എല്ലാവർക്കും അറിയാം 2ന്റെ പവറിൽ 2 raised to 4 എന്ന് പറയുന്നത് 16 ആണ്. നോക്കി, വളരെ സുഖമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. 2ന്റെ പവറിൽ നമുക്ക് 16 എന്താണ്? 16 എന്ന് പറയുന്നത് 2 raised to 4 ആണ്. സോ എന്ത് പറയാൻ പറ്റി? ലിമിറ്റ് x tends to 2 x raised to 4 minus 2 raised to 4 divided by x minus 2. സോ ഇവിടെ കമ്പയർ ചെയ്യാം. എന്താണ് n എന്ന് പറയുന്നത്? പവർ. എല്ലാവരും നേരെ സൈഡിൽ എഴുതി വെക്കാം കേട്ടോ. ഇങ്ങനത്തെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്താണ് നിങ്ങൾ സൈഡിൽ എഴുതണം, എന്താണ് n, എന്താണ് a, എന്നിട്ട് മാത്രമേ ഫോർമുല അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്താണ് n എന്ന് പറയുന്നത്? എല്ലാവരും നോക്കാം, പവർ ആണ് n. ആരാ പവർ? പവർ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലായി, അത് 4 ആണ്. ആരാണ് a എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ നോക്കാം, എവിടെ വേണമെങ്കിലും ഇവിടെ നോക്കാം, ഇവനാണ് a. അല്ലെങ്കിൽ ഇവിടെ നോക്കാം, ഇവനാണ് a. അതുമല്ലെങ്കിൽ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം, ഇവിടെ ഉണ്ടാവും ഒരുത്തൻ ചുള്ളൻ. കണ്ടോ, ഇവന്റെ പേരെന്താ? അതും എ തന്നെയാണ്. സോ എ ഈക്വൽ ടു, സോ n 4 ആണ്, a 2 ആണ്. നമുക്ക് ഫോർമുല അറിയാം. ഈ കാണുന്ന x raised to n minus a raised to n divided by x minus a, ഈ കാണുന്ന ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? n a raised to n minus 1. എന്താ n എന്ന് പറയുന്നതും ഈ പറയുന്ന a എന്ന് പറയുന്നതും എല്ലാവരും മനസ്സിലാക്കണം. സോ n എന്ന് പറയുന്നത് നമുക്കറിയാം, അത് 4 ആണ്. ഓടിപ്പോയിട്ട് എന്നിന് പകരം 4 കൊടുത്തു. നോക്കി, ഈ പറയുന്ന എന്നിന് പകരം ഞാൻ 4 കൊടുത്തു. അടുത്ത എന്താ? അടുത്ത് ഇവിടെ എ ഉണ്ട്. എന്താ എ എന്ന് പറയുന്നത് 2 ആണെന്നുള്ള വ്യക്തമായ ബോധ്യം എല്ലാവർക്കും ഉണ്ട്. സോ ഇൻറ്റു 2 റേസ് ടു പവർ എന്താ? പവർ n minus 1. n നമുക്കറിയാം 4 ആണ്. സോ 4 minus 1. സോ 4 ഇൻറ്റു മക്കളെ 2 raised to 3 ആണെന്നറിയാം. 2 ക്യൂബ്. 2 ക്യൂബ് എന്താണ്? 8 ആണെന്നറിയാം. സോ 4 ഇൻറ്റു 8, ദി ആൻസർ ഇസ് 32. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. സോ ഓർക്കുക, പവർ വന്നു കഴിഞ്ഞാൽ, പവർ ഉണ്ടെങ്കിൽ എക്കാലവും ഇപ്പോൾ തന്നെ പഠിച്ച ഫോർമുലയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി പോകേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പാറ്റേൺ പോലെ വരുന്നു. ഇവിടെ നമുക്ക് എന്താണ്? നമുക്ക് മേലെയും പവർ ഉണ്ട്, താഴെയും പവർ ഉണ്ട്. ആ കാണുന്ന കേസ് എൻ്റെ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ നോക്കിയേ, x raised 7 ലിമിറ്റ് എന്തുണ്ട്? ലിമിറ്റോട് 1 ഉണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കണത് ഈ കാണുന്നവർ നമുക്ക് എന്താണ്? 1ന്റെ പവറാക്കി എഴുതണം. ഓഫ്, അവൻ എന്തായാലും 1, പ്രശ്നമല്ല. ഇവിടെ 7 ആണെന്നറിയാം. ഞാൻ എന്ത് ചെയ്താൽ നേരെ ഇവിടെ 7 എഴുതി. കാരണം 1 raised to 7 എന്ന് പറയുന്നത് അത് നമുക്കറിയാം, അത് 1 ആണെന്ന്. 1 to the power 7, 1 to the power any number, it's 1. സോ 1 raised to 7 ആക്കി എന്നെ മാറ്റി. ഞാനിനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എൻ്റെ മക്കൾ എല്ലാവരും നോക്കൂട്ടോ. സോ ലിമിറ്റ് x tends to 1 x raised 7 minus 1 raised 7. നോക്കുമ്പോഴേ ഈ താഴെ എന്താ ആഗ്രഹം? താഴെ ആര് വരാൻ ആഗ്രഹം? നോക്കിയേ, ഇവിടെ നമുക്കറിയാം x raised 4 minus 2 raised 4 വന്നപ്പോൾ താഴെ വരാൻ എനിക്ക് ആഗ്രഹം ഈ കാണുന്ന പവർ ഒഴിവാക്കി. പവർ ഒഴിവാക്കിയപ്പോൾ എനിക്ക് ആരാ? x minus 2. അതാണ് എനിക്ക് താഴെ വരാൻ ആഗ്രഹം, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനെന്താ ഇവിടുത്തെ പവർ ഒഴിവാക്കി. പവർ ഒഴിവാക്കുമ്പോൾ എനിക്ക് താഴെ ആര് വരാൻ ആഗ്രഹം? എനിക്ക് താഴെ വരാൻ ആഗ്രഹം x minus 1 ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു? ഞാൻ നേരെ തന്നെ മക്കളെ
വരാനാകരം x-1 എന്നത് x-1 വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മാത്രം പോരാ, ആരെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, നമ്മൾ നേരെ അവനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇവന്റെ പരിപാടി കഴിഞ്ഞു, ഈ പറയുന്നവന്റെ പരിപാടി കഴിഞ്ഞു. താഴേക്ക് വന്നു, എന്തുണ്ട്, x⁴ -1. ഈ കാണുന്ന 1 എന്ത് എഴുതി, ഞാൻ 1⁴ എന്ന് എഴുതി. സോ നോക്കി എല്ലാവരും, ഡിവൈഡഡ് ബൈ x⁴ -1⁴. ഞാൻ ആലോചിക്കും താഴെ എന്ത് വരാനാകരം, ഈ കാണുന്ന പവർ ഒഴിവാക്കിയപ്പോൾ എന്താ ബാക്കി നോക്കുമ്പോൾ x-1. വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ് താഴെ x-1 വരാനാഗ്രഹം. ഞാൻ നമുക്കറിയാം ബൈ x-1 ഇൻറ്റു x-1. ഇതാ ഈ പറയുന്ന x-1ഉം x-1 വെട്ടിപ്പോയി, രണ്ട് സെയിം വെട്ടിപ്പോയി. ബാക്കി നോക്കുമ്പോൾ ഇത് നിങ്ങളെന്താണ്, ഒരാളെപ്പോൾ നോക്കാം, നിങ്ങളെന്താ ഇത് മറ്റൊരാളെപ്പോൾ നോക്കാം. കാരണം എന്താ, രണ്ടും ഒരു x⁻n - a⁻n ഡിവൈഡഡ് ബൈ x-a എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. വ്യക്തമായിട്ട് നോക്കുമ്പോൾ ഈ മേൽഭാഗം മാത്രം നോക്കണ്ട, എല്ലാവരും ആദ്യം മേൽഭാഗം മാത്രം, ഈ കാണുന്നതിന് മാത്രം നോക്കാം. ഈ കാണുന്ന മേലത്തെ പീസിൽ n എന്ന് പറയുന്നത് പവർ ആണെന്നറിയാം. മേലത്തെ പീസിലെ n എന്ന് പറയുന്നത് പവർ, അത് 7 ആണ്. മേലത്തെ പീസിലെ a ആരാ, a എപ്പോഴും എന്താണ്, ലിമിറ്റിന്റെ വാല്യൂ 1 ആണെന്നറിയാം. അതായത് a എന്ന് പറയുന്നത് 1 ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. എന്താ ഫോർമുല, n⁻n - 1. സോ n എന്ന് പറയുന്നത് 7 ഇൻറ്റു a⁻n - 1. a എന്ന് പറയുന്നത് 1 ആണെന്നറിയാം, 1⁻7 - 1. 1 to the power 6, 1 to the power a നമ്പർ എന്താണ്, 1 ആണെന്നറിയാം. ഞാൻ ഇതുകൊണ്ട് മാച്ചു. ഇതാണ് ഈ പറയുന്ന മേലെ ഉള്ളവന്റെ ലിമിറ്റ് കിട്ടി. ഇനി താഴെ ഉണ്ട് ഇതുപോലെ തന്നെ, താഴെ ഉണ്ടോ. സോ ഡിവൈഡഡ് ബൈ താഴെ ആരാ, താഴെ x⁻⁴ - 1⁻4. ഇവിടെ n എന്താ, ഇവിടുത്തെ ഈ കാണുന്നവന്റെ n എന്ന് പറയുന്നത് എല്ലാവരും നോട്ട് ചെയ്തോളൂ. ഇവിടുത്തെ പവർ എന്താ, പവർ 4 ആണ്. അവിടുത്തെ എയിൽ മാറ്റമില്ല, എ എന്താണ്, എക്കാലം ലിമിറ്റാണ് 1. കഴിഞ്ഞു. n⁻n - 1 വീണ്ടും ആ കാണുന്ന ഫോർമുല അപ്ലൈ ചെയ്യുക. സോ 4 ഇൻറ്റു 1⁻4 - 1. 1 നമ്പർ എന്താണ്, 1 ആണ്. 1⁻4 - 1 കേട്ടോ. 4 - 1 3 ആണെന്നറിയാം. 1³ ഇറ്റ് ഇസ് സെയിം ആസ് 1. സോ ദി ആൻസർ ഇസ് 7/4. കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇവനെ സോൾവ് ചെയ്യുക. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ട്രിക്ക് ഉപയോഗിച്ചും സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ് ട്രിക്ക് നോക്കാം മക്കളെ. ഇതാണ് ഇവിടുത്തെ ബേസിക്കലി ഷോർട്ട് കട്ട്, ഈക്വൽ ടു കേട്ടോ. ഇതാണ് ഫോർമുല. പക്ഷേ ഈ കാണുന്ന ഫോർമുല നിങ്ങൾക്ക് പഠിക്കുന്നതാണ് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. ഞാൻ പറയുന്ന ഐഡിയയിൽ എൻ്റെ മക്കൾ എല്ലാവരും ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞ ഐഡിയ കേട്ടോ, ഇത്ര മാത്രമാണ് ഐഡിയ. എന്താണ് പവർ നോക്കാം. പവർ 7ഉം 4ഉം. നിങ്ങൾ ആദ്യം പവേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. മേലെ 7 ആണ്, താഴെ 4 ആണ്. അവന്മാർ തമ്മിൽ ഡിവൈഡ് ചെയ്തു 7/4. കുഴപ്പമില്ലോ. പവേഴ്സ് ആരാ, പവേഴ്സ് 7ഉം 4ഉം. ഇത് അവന്മാർ തമ്മിൽ ഡിവൈഡ് ചെയ്തു 7/4. മേലുള്ളവൻ ബൈ താഴെയുള്ളവൻ ഇൻറ്റു എ എഴുതാം. എ ഇൻറ്റു എ എന്താ, ഇത് എ ഓടി പോയി നോക്കാം. a 1 ആണെന്ന് അറിയാം. 1 ടു ദി പവർ. പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. സോ നോക്കിയേ, 7 - 4. മേലെ താള് മൈനസ് താഴെ താള്. 7 - 4. സോ ഇറ്റ് ഇസ് സെയിം ആസ് 7/4 ഇൻറ്റു 1³ ദി ആൻസർ ഇസ് 7/4. 1 സ്റ്റെപ്പ് ആൻസർ. 1 സ്റ്റെപ്പ് നമുക്ക് എന്താണ്, ഈ കാണുന്ന ഭാഗത്തും ആൻസർ ലഭിക്കാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങൾക്ക് 2 മെത്തേഡ് പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോളോ ചെയ്യാം. ഇത് പൊതുവെ 1 മാർക്ക് ചോദ്യമായിട്ടാണ് എക്സാമിന് ഉണ്ടാവാറ്. ഓക്കെ, ആരും പേടിക്കണ്ട. ഇതാ നേരത്തെ തന്നെ പോകുന്നു ഈ കാണുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ഇവനെയും എന്താണ് നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡിൽ ചെയ്യാം. ഈ കാണുന്ന 32 എന്താ, ഇവിടെ 2 ആണെന്ന് അറിയാം. 2ന്റെ പവറിൽ എഴുതാൻ പറ്റും. നമുക്കറിയാം 32 എന്താണ്, 2⁻5 ആണെന്ന് അറിയാം. സോ ലിമിറ്റ് x → 2 x⁵ - 2⁵. താഴെ എന്ത് വേണം, പവർ ക്യാൻസൽ ചെയ്തു. താഴെ x-2 ആവശ്യമുണ്ട്. മക്കളെ x-1 ഡിവൈഡ് ചെയ്തു, ഹോൾ ഡിവൈഡ് കഴിഞ്ഞിട്ടില്ല. എന്താ, x-1 ഡിവൈഡ് ചെയ്ത് നമ്മളാണ് കൂടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു x-2. ഇവിടെ അങ്ങനെ തന്നെ 8 നമ്മളെന്താണ് 2ന്റെ പവേഴ്സ് ആക്കി എഴുതണം. സോ x³ - 2³ ഡിവൈഡഡ് ബൈ x-2. ഇതാ x-2 ഡിവൈഡ് ചെയ്താൽ നമ്മളെന്താണ് കൂടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതാ മേലും താഴെയും x-2 ക്യാൻസൽ ആയിപ്പോയി. കൃത്യമായിട്ട് ഈ കാണുന്ന മേലത്തവൻ്റെ മാത്രം നോക്കുമ്പോൾ, ലിമിറ്റ് നോക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ പവർ എന്താ. ഈ കാണുന്ന മേലത്തവൻ്റെ n എന്താ, n എന്ന് പറയുന്നത് പവർ ആണെന്നറിയാം. അത് 5. n എന്താ 5. ആൻഡ് a എന്താ, a എന്ന് പറയുന്നത് ലിമിറ്റ് ആണെന്ന് വ്യക്തമായിട്ട് അറിയാം. a എന്താ a2 ആണെന്നറിയാം. a = 2. സോ n മനസ്സിലായി, a മനസ്സിലായി. ഫോർമുല എന്താ, n⁻n - 1. n 5 ആണ്. 5
ഇൻറ്റു A2 ആണ് 2. നോക്കിയേ n a raised to n minus 1. ഇതാണ് ഫോർമുല കേട്ടോ. എന്നിന് പകരം 5 കൊടുത്തു, എക്ക് പകരം 2 കൊടുത്തു കേട്ടോ. 2 raised to 5 minus 1. സോ 5 into 2 raised to 4. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഡിവൈഡർ ബൈ താഴെ നിന്നുണ്ട്, താഴെയും അതേപോലെ തന്നെ x³ - 2³ ഡിവൈഡർ ബൈ x - 2. ആരാ പവർ? 3 ആണ് പവർ എന്ന് പറയുക. സോ ഈ കാണുന്ന കേസിൽ ഡിനോമിനേറ്റർ നോക്കി ഇവിടെ ഉണ്ട്. എന്താ അവിടുത്തെ n എന്ന് പറയുന്ന മക്കളെ? അത് 3 ആണ്. എന്താ അവിടുത്തെ a എന്ന് പറയുന്നത്? എക്കാലം മാറുന്നില്ല, ഇവിടുത്തെ ലിമിറ്റ് തന്നെയാണ് a എന്ന് പറയുന്നത് 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർമുലയ്ക്കകത്ത് എന്താണ്? എന്നിന് പകരം 3യും എക്ക് പകരം 2ഉം കൊടുക്കുക. സോ 3 into 2 raised to 3 minus 1. അതായത് 3 into 2 square. ഇവന്മാർ നമ്മൾ ഡിവൈഡ് കേട്ടോ. ഓക്കെ, മേലെ താളുടെ ലിമിറ്റാണ് ഈ കിടക്കുന്നത്, താഴത്തെ ലിമിറ്റാണിത് ഈ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് 2 square നമ്മൾക്ക് വ്യക്തമായിട്ടറിയാം. 2 square in 2 raised to 4 2 വട്ടം പോകും. സോ 5 into 2 square, 2 square 4 ആണെന്നറിയാം. സോ 5 into 4 20 by 3. The answer is 5 into 4 divided by 3 20 by 3. നമ്മൾ ഇങ്ങനെയാണ് ലോങ് മെത്തേഡിൽ ചെയ്യാം. പക്ഷേ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഷോർട്ട് കട്ട് ഉണ്ട്. എങ്ങനെയാണ് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യേണ്ടത് കൃത്യമായിട്ട് എല്ലാവരും നോക്കും കേട്ടോ. എന്താ? പവേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക 5 by 3 ഇൻറ്റു എ എഴുതാം. എന്താ എ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലിമിറ്റിൻ്റെ വാല്യൂ ഇവിടെ ഉള്ളവൻ ആരാണോ അതാണ് എ. 2 raised to പവേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, അതായത് 5 minus 3. സോ 5 by 3 ഇൻറ്റു 2 raised to 5 minus നമുക്കറിയാം അത് 2 ആണ്. ഇവൻ 2 ആണെന്ന് അറിയാലോ എല്ലാവർക്കും. സോ 2 square. 2 square എന്താ? 4 ആണെന്നറിയാം. സോ 5 by 3 ഇൻറ്റു 4. ഇറ്റ് ഇസ് സെയിം ആസ് 20 by 3. കണ്ടോ? ആൻസർ മാറുന്നില്ല. ആൻസർ എന്താണ്? സെയിം ആയിരിക്കുന്നത്. ഇവിടെ 20 by 3 തന്നെയാണ്. നമുക്കത് മുമ്പ് കിട്ടിയതും 20 by 3 തന്നെയാണ്. എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ ഈ കാണുന്ന എല്ലാ ചോദ്യങ്ങളും മനസ്സിലായി എന്ന് വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹോംവർക്ക് ആയിട്ടുള്ള ചോദ്യമാണ് ഈ പറയുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. കാരണം എക്സാമിന് ഈ ടൈപ്പ് ചോദ്യം വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. നമ്മൾ നേരത്തെ തന്നെ പോകുന്നു. ഈ കാണുന്ന ഭാഗത്തെ അവസാന ഒരു ചോദ്യത്തിലേക്ക് പിടിച്ചോളൂ. അവസാന 2 ചോദ്യം കൂടെ ഉണ്ട്, കണ്ടോളൂ. x+1 whole raised to 5 minus 1 divided by x. ഇങ്ങനെ നിങ്ങൾക്ക് എക്സിൻ്റെ പവറായിട്ട് എന്ത് വന്നാലും, എക്സിൻ്റെ പവറായിട്ട് ഏതോ വന്നാലും നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ കാണുന്ന കോൺസെപ്റ്റിനാണ്. പക്ഷെ നോക്കുമ്പോൾ എന്താണ്? ഇവിടെ ഇത്ര നേരത്തെ പോലെ എക്സ് മാത്രമല്ല, ഒരു x+1 ഉണ്ട്. നമുക്ക് ഇത്ര ആയിരുന്ന എക്സ് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ? ഇപ്പോൾ ഒരു x+1 ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്തരത്തിൽ ഈ കാണുന്ന ഉള്ളിലുള്ളവൻ x+1. നിങ്ങൾ നേരെ പോയിട്ട് അവനെ y എന്ന് പറഞ്ഞ് വിളിക്കുക. സോ x+1നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? എല്ലാവരും പോയിട്ട് നോക്കിയ മക്കളെ y എന്ന് പറഞ്ഞ് വിളിക്കുക. x+1 y ആണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ എൻ്റെ ലിമിറ്റിൽ എന്ത് മാറ്റം ഉണ്ടാകും? ഞാൻ പറയുന്നു, ഈ ചോദ്യമല്ല. ഇങ്ങനെ പവറായിട്ട് ഇവിടെ 2 പേരുണ്ടെങ്കിൽ, ഇവിടെ 2 or 3 പേരുണ്ടെങ്കിൽ നിങ്ങൾ എക്കാലം ഓർത്തിരിക്കണം എൻ്റെ മക്കൾ എന്താണ്? പവർ എന്താണോ ആ കാണുന്ന പവർ അതിൻ്റെ ഉള്ളിലുള്ളതാണ്, അതായത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്, അതിനെ y എന്ന് പറഞ്ഞ് വിളിക്കാം. എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും. സോ എന്തായി? ഇത് ലിമിറ്റ് എഴുതി y raised to 5 ബ്രാക്കറ്റിനുള്ളിൽ y ട്ടോ, y raised to 5 -1 ഡിവൈഡഡ് ബൈ x എഴുതി. അയ്യേ ഒരു സുഖമില്ല. എന്താ? ഇവിടെ y, താഴെയോ? താഴെ x. അത് ശരിയല്ല. നമ്മൾ y ആക്കി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് y ആവണം. ഒരിക്കൽ y ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ y ആക്കാൻ പിന്നെ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ y ആക്കിയാണ് വേണ്ടത്. സോ ഈ കാണുന്ന എക്സിനെ നമ്മൾ മക്കളെ y ആക്കി മാറ്റണം. എങ്ങനെയാണ് എക്സിനെ y ടേംസിൽ എഴുതുക? നമുക്കറിയാം x+1 എന്താ? y ആണെന്ന്. അവിടെ x എന്താ? x എന്ന് പറയുന്ന മക്കളെ y -1 കിട്ടിയ. അപ്പോൾ ഓടിപ്പോയി താഴെ x ഉണ്ടെന്നറിയാം. ഈ ഡിനോമിനേറ്ററിലുള്ള എക്സിന് പകരം എന്ത് എഴുതുക? y -1. അടിപൊളി. എന്നൊക്കെ y raised to 5 -1 to the power 5 എഴുതി. y raised to 5 -1 raised to 5 ഡിവൈഡഡ് ബൈ y -1. നമ്മൾ നേരത്തെ പഠിച്ച x raised to n - a raised to n ഡിവൈഡഡ് ബൈ x - a അതേ ഫോർമാറ്റിലേക്ക് എന്താണ് ഇവനെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ലിമിറ്റ് x → 0. ഓഫ്, ഇവന്മാരൊക്കെ വയ്യായി. എന്നിട്ട് നോക്കിയ മക്കളെ ഇവനോട് എക്സാ. അത് ശരിയാണോ? അല്ല. ഈ കാണുന്ന എക്സിനെയും മാറ്റണം. അവിടെ എന്താക്കണം? അവിടെ നമ്മൾ y ആക്കി മാറ്റണം. എങ്ങനെയാണ് അവിടെ നമുക്ക് y ആക്കി മാറ്റുവാൻ വേണ്ടി സാധിക്കാന്നാണ് എല്ലാവരും ആലോചിക്കേണ്ടത്. ഓടിപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾ
നമുക്കറിയാം എക്സ് പ്ലസ് 1 വൈ ആണെന്നറിയാം. ഈ കാണുന്ന 0 ഉണ്ടല്ലോ, എക്സിന് പകരം പോയി 0 കൊടുക്കുക. അപ്പം എന്ത് കിട്ടും? 0 + 1. 0 + 1 നമുക്കറിയാം അത് വൈ ആണ്. ഓക്കെ, ഈ കാണുന്ന ഇക്വേഷനിൽ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? എക്സിന് പകരം 0 കൊടുക്കാം. എക്സിന് പകരം 0 ആകുമ്പോൾ 0 + 1 എന്ന് കിട്ടും. ഓക്കെ, 0 + 1 = y. സോ വൈ ആരാ? വൈ എന്ന് പറയുന്നത് മക്കളെ 1, അല്ലെങ്കിൽ 1 എന്താ? വൈ. y = 1 എന്ന് കിട്ടി. സോ x = 0 ആകുമ്പോൾ y എന്താ? y 1 ആണ്. ഇവിടെ എന്താ? ഇവിടെ x → 0. x 0 ആകുമ്പോൾ y എന്താ? y 1 ആണെന്നറിയാം. നിങ്ങൾ ഓടിപ്പോട് മാറ്റി എഴുതുക, y → 1. x 0 ആയിരുന്നല്ലോ ഇവിടെ. ഓക്കെ, x 0 ആവുന്ന സ്ഥലത്ത് y എന്താ? y 1 ആയി മാറി. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പക്ക ഫോർമാറ്റ് ആയിട്ട് മാറി. n(a)(n-1), n എന്ന് പറയുന്നത് 5 ആണ്. a എന്ന് പറയുന്നത് ആരാ? a എന്ന് പറയുന്നത് 1 ആണ്. ലിമിറ്റ് 1 അല്ലേ? 1 raised to n-1, 5 - 1. 5 - 1 4 ആണെന്നറിയാം. 1 raised to 4 അത് 1 ആണെന്നറിയാം. സോ 5 × 1, ദി ആൻസർ ഇസ് 5. ഇത്ര മാത്രമാണ് ചോദ്യം വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ആൻസർ ചെയ്യാൻ സാധിക്കണം. എങ്ങനെ മാറ്റണ്ടേ? ലിമിറ്റ് x → 0 മക്കളെ √x, x മാത്രമാണെങ്കിൽ x⁻². എൻ്റെ മക്കളെ എല്ലാവരും നോട്ട് ചെയ്യണം. √x അറിയാത്തവരുണ്ടെങ്കിൽ അത് x⁻². ആണ്. സോ √1 + x 1 + x⁻², -1 / x. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവറൊക്കെ ഉണ്ട്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ? ഒരു ചങ്ങായി ഉണ്ടില്ലേ? ആ കാണുന്ന ചങ്ങായിനെ നമ്മൾ y എന്ന് പറഞ്ഞ് വിളിക്കുക. പിന്നെന്താ ബാക്കി നമ്മുടെ സെയിം പ്രോബ്ലം. ഇവിടെ എന്താ? ഇവിടെ 1 അല്ലേ? 1⁻². 1 നമ്പർ 1 1 നമ്പർ 1 ആണെന്ന് അറിയാം. സോ 1⁻² എന്താണ്? അതും 1 ആണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ ഈ കാണുന്ന ഫോർമുലക്കകത്ത് നിങ്ങൾ എല്ലാം അപ്ലൈ ചെയ്യുക, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. മക്കൾ ഇത്ര മാത്രമാണ് നമുക്ക് ഈ കാണുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഈ കാണുന്ന ടോപ്പിക് എന്താണ് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ടിൽ ദെൻ ബൈ. എല്ലാവർക്കും ഈ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൃത്യമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഈ കാണുന്ന ക്ലാസ് പറയുന്നത്? സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലന്റ് ലേണിംഗ്. മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം. ബൈ ഓൾ.